ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ്ങുകളുടെ കാലത്ത് ശ്രദ്ധ നേടുകയാണ് കുട്ടനാട്ടിലെ കായൽ പശ്ചാത്തലത്തിൽ ഒരുക്കിയ വിവാഹം. കൈനഗിരി കൂട്ടമംഗലം സ്വദേശിയായ ഹരിതയുടെയും ചാലക്കുടി സ്വദേശി ഹരിനാഥും തമ്മിലുള്ള വിവാഹമാണ് കായലിന് നടുവിലെ തുറന്ന വേദിയിൽ നടന്നത്. ഹൗസ് ബോട്ടുകളിൽ നിരവധി വിവാഹങ്ങൾ കുട്ടനാട്ടിൽ നടന്നിട്ടുണ്ടെങ്കിലും കായലിന് നടുവിലെ തുറന്ന വേദിയിൽ ആദ്യമായാണ് ഒരു വിവാഹം. കൈനഗിരി ഹൗസ് ബോട്ട് ടെർമിനലിലെ ഫ്ലോട്ടിംഗ് പോയിന്റിൽ താമരപ്പൂവിന്റെ തീമിലൊരുക്കിയ മണ്ഡപമായിരുന്നു വിവാഹവേദി. ടെർമിനലിലെ വേദിക്ക് ഇരുവശത്തും 4 ജങ്കാറുകളിലും ശിക്കാരവള്ളങ്ങളിലും ചെറുവള്ളങ്ങളിലുമായി വിദേശികളടക്കം 700ഓളം അതിഥികൾ വിവാഹത്തിൽ പങ്കെടുത്തു. ഞാൻ കുട്ടനാട്ടുകാരനാണ്. പക്ഷെ എൻ്റെ മകളുടെ ആഗ്രഹം നേരത്തെ മുതൽ തന്നെ വരനെ കണ്ടത്തിന് മുമ്പ് തന്നെ വിവാഹം നിശ്ചയിച്ചു കഴിഞ്ഞു. കുട്ടനാടിൻ്റെ പശ്ചാത്തലത്തിലായിരിക്കണം, അത് കായലിന് നടുക്കായിരിക്കണം എന്നൊരാഗ്രഹം നേരത്തെ മുതൽ തന്നെ മോൾക്കുണ്ട്. കാര്യം വെച്ചാൽ മോൾ കൊച്ചുനാൾ മുതൽ തന്നെ ദുബൈയിലാണ് വളർന്നതെങ്കിലും നാട്ടിൽ വരുമ്പോൾ നാട്ടിലെ കളിവള്ളങ്ങളും ഇതൊക്കെ ആയിട്ടുള്ള ബന്ധമുണ്ട്. ഞങ്ങൾക്കൊരു കോൺസെപ്റ്റ് ഉണ്ട്, എങ്ങനെ വേണമെന്നുള്ളത് മോളുടെ ഒരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു, എങ്ങനെ ഏത് രീതിയിൽ കൊണ്ടുവരണമെന്നുള്ളത്. കൂടാതെ അതിൻ്റെ ബേസുകൾ മൊത്തം ഫിക്സ് ചെയ്ത് കൊടുത്ത നമ്മളാണ്. ജങ്കാറുകൾ, പിന്നെ അവിടുത്തെ ആ ബോഗികൾ ഉറപ്പിക്കുക. ശരിക്കും പറഞ്ഞാൽ അത് കുറച്ച് ദിവസത്തെ നല്ലൊരു അധ്വാനം ഉണ്ടായിരുന്നു. നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ചരിത്രത്തിലെ ഏക വനിതാ ക്യാപ്റ്റനാണ് ഡൽഹി പോലീസിൽ സീനിയർ ഫോറൻസിക് സയന്റിസ്റ്റായ ഹരിത. 2013 നെഹ്റു ട്രോഫിയിൽ കൈനഗിരി യുണൈറ്റഡ് ബോട്ട് ക്ലബിന്റെ ക്യാപ്റ്റനായിരുന്നു ഹരിത. വഞ്ചിപ്പാട്ടിന്റെയും നാടൻ പാട്ടിന്റെയും അകമ്പടിയിൽ കലാരൂപങ്ങൾ അണിനിരന്നാണ് വരനെ വിവാഹവേദിയിലേക്ക് സ്വീകരിച്ചത്. ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ അപേക്ഷ നൽകി കളക്ടറുടെ അനുമതിയോടെയാണ് കായലിന് നടുവിൽ വിവാഹവേദി ഒരുക്കിയത്. കുട്ടനാടിന്റെ ടൂറിസം സാധ്യതകൾ വളർത്താൻ ഇത്തരം ഡെസ്റ്റിനേഷൻ വിവാഹങ്ങൾ പ്രോത്സാഹിപ്പിക്കാനാണ് ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന്റെയും തീരുമാനം. ജനം, ആലപ്പുഴ.